കുമ്പള കണിപുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന വാർഷിക മഹോത്സവത്തിലേക്കുള്ള ഭക്തജനങ്ങളുടെ ഒഴുക്ക് കൂടുന്നു. ജനുവരി 17 രാത്രിയിലാണ് പ്രസിദ്ധമായ വെടിക്കെട്ടുത്സവം. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. വിവിധവും വിപുലവുമായ പരിപാടികളോടെയാണ് ഈ വർഷവും കുമ്പള കണിപുര ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ വാർഷികോത്സവം കൊണ്ടാടുന്നത്. എല്ലാ ദിവസവും വിവിധ വൈദിക താന്ത്രിക കർമ്മങ്ങൾക്ക് പുറമെ ധാർമ്മിക സാംസ്കാരിക പരിപാടികളുമുണ്ട്. വൈകുന്നേരങ്ങളിലെ കലാസന്ധികൾ ഉത്സവത്തിന് ആവേശത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും എല്ലാം പൊലിമ പകരുന്നു. മകരസംക്രമ ദിനത്തിൽ കൊടിയേറി ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ആണ്ടുത്സവം. ദേലമ്പാടി ഗണേശതന്ത്രിയുടെ മേൽനോട്ടത്തിലും നേതൃത്വത്തിലുമാണ് ഉത്സവം. ഉത്സവനാളുകൾ പിന്നിടുന്തോറും ക്ഷേത്രത്തിലേക്കുള്ള ഭക്തജനങ്ങളുടെ ഒഴുക്ക് കൂടി വരികയാണ്. സപ്തഭാഷകളുടെയും സംഗമഭൂമി കൂടിയായ കുമ്പളയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് കണിപുര ക്ഷേത്രത്തിലെ വെടിക്കെട്ടുത്സവം. ഇത് നേരിട്ട് കാണാനായി ജില്ലയുടെ നാനാദിക്കുകളിൽ നിന്നും മാത്രമല്ല കർണാടകയിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്താറുണ്ട്. മകരസംക്രമണത്തിന് കൊടിയായിട്ട് 5 നാളത്തെ ഉത്സവം നടക്കുന്നതാണ് പണ്ടെന്ന് പറയുന്നത്. സാധാരണ ഇത് ഒരു 500 കൊല്ലത്തിനുണ്ട് അധികം ഉണ്ടാവും ഈ ഉത്സവം നടക്കുന്നത്. ഇങ്ങനെ എന്ന് പറഞ്ഞെങ്കിൽ കണ്ണുമാസത്തിൽ പ്രതിഷ്ഠ ചെയ്ത് കാര്യമാക്കിയാണെങ്കിൽ ജയസിംഹന് ഇനി അമ്പലം കെട്ടിയിട്ട് കൊടുത്ത് ആ അമ്പലം കെട്ടിയ പിന്നെ ഇത് ഇങ്ങനത്തെ ഉത്സവമല്ല നടന്നുകൊണ്ടുണ്ടായി. ഇപ്പോൾ അത് വലിയ ഗംഭീര ഉത്സവമായിട്ട് നടക്കുന്ന ഇടീ കർണാടകത്തു നിന്ന് ദക്ഷിണ കന്നഡ ജില്ല അതേപോലെ കേരള എല്ലാ പ്രദേശത്തുനിന്ന് ഇവിടേക്ക് ഈ ഉത്സവം നോക്കാനും ഇവിടുത്തെ കണിപ്പുറത്തുനിന്ന് വെടി നോക്കാനും വേണ്ടിയിട്ട് വരുന്നത്. കന്യാറത വെടി എന്ന് പറഞ്ഞെങ്കിൽ അത് ഫേമസ് ആയ ഒരു വെടി ഉത്സവമാണ്. അപ്പോൾ ഇതിന് തെക്കോട്ട് ഗുരുവായൂർ കഴിഞ്ഞെങ്കിൽ വടക്കോട്ട് ഉടുപ്പി കഴിഞ്ഞാൽ ഈ മധ്യത്തിൽ കിട്ടുന്ന ഈ കണിപുര കൃഷ്ണ ഈ രണ്ടിൻ്റേതും ഒരു ശ്രേഷ്ഠമായ കൃഷ്ണനാണ്. നാനാജാതി മതസ്ഥരും ആഘോഷത്തിൽ പങ്കുചേരുന്നു എന്നതും ഇവിടുത്തെ വെടിക്കെട്ടുത്സവത്തെ വേറിട്ടതാക്കുന്നു. ജനുവരി 17 രാത്രി 9:45 മുതലാണ് ഇത്തവണത്തെ വെടിക്കെട്ടുത്സവം. ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഉത്സവാഘോഷത്തിന്റെ സുരക്ഷ മുൻനിർത്തി ക്ഷേത്രനഗരിയിൽ വൻ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. വെടിക്കെട്ടിന് മുന്നോടിയായി വൈകിട്ട് നടക്കുന്ന മ്യൂസിക്കൽ നൈറ്റിൽ കർണാടക സ്പീക്കർ UT ഖാദർ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ജില്ലയിലെ MLA മാരായ AKM അഷ്റഫ്, NA നെല്ലിക്കുന്ന്, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, M രാജഗോപാലൻ, BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി തുടങ്ങിയവർ സംബന്ധിക്കുമെന്നും ക്ഷേത്രാധികാരികൾ അറിയിച്ചു. ബ്യൂറോ.